റിവിഷൻ ബുക്കിന്റെ പുതിയ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് ഈയിടെ 59 ചൈനീസ് ആപ്പുകൾ നിരോധിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഇതിനെക്കുറിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്തിന്, എങ്ങനെ, ബന്ധപ്പെട്ട IT ആക്ട്, പുതുതായി വന്ന FDI പോളിസിയെക്കുറിച്ച്, പിന്നെ സൈബർ വാർഫെയർ, GDPR തുടങ്ങിയ ടേമുകളെക്കുറിച്ചും. നമ്മുടെ ഓരോരുത്തരുടെയും ഫോണിൽ ഒരുപാട് വിവരങ്ങളുണ്ട്. നമുക്കറിയാവുന്നതിലേറെ നമ്മുടെ ഫോണിന് അറിയാമായിരിക്കും. ഡിജിറ്റൽ ലോകത്ത് എല്ലാ ഇൻഫർമേഷനും വിലപ്പെട്ടതാണ്. പുതുലോകത്തെ ഓയിൽ എന്ന് പറയുന്നത് ഡാറ്റയാണ്. ഒരാളുടെ സകല വിവരങ്ങളും, ഇഷ്ടപ്പെട്ട സിനിമ, ഇഷ്ടപ്പെട്ട ഡ്രസ്, ഭക്ഷണം എന്നിവയെല്ലാം ബ്രൗസിംഗ് ഹാബിറ്റ് വഴി ഗൂഗിൾ, ഫേസ്ബുക്ക് പോലുള്ള വലിയ വലിയ കമ്പനികൾക്ക് കിട്ടും. അവരിത് പരസ്യ കമ്പനികൾക്ക് ഷെയർ ചെയ്യുന്നതിനാൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പരസ്യം വരികയും നമ്മളത് വാങ്ങിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. പുറമേ നിന്ന് നോക്കിയാൽ വലിയ ദോഷമൊന്നുമില്ല അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് എളുപ്പം കിട്ടുകയും ചെയ്യും. കമ്പനിക്ക് അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനും പറ്റും. പിന്നെ ഇപ്പോൾ എന്താ പ്രശ്നം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ഒരാൾക്ക് ലഭിച്ചെന്ന് കരുതുക. അതുപോലെ ഒരുപാട് പേരുടെ ഡാറ്റ ശേഖരിച്ച് ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മളൊന്നും സ്വപ്നം കാണാത്ത അത്രയും ഡാറ്റകളാണ് ഓരോ കമ്പനികളുടെയും അടുത്തുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചില വൻകിട കമ്പനികളൊക്കെ ഡാറ്റ ചോർത്തിയതിന് പിഴ അടച്ചു എന്നൊക്കെ. ഇതിനു കാരണമായ യൂറോപ്യൻ യൂണിയനിൽ പ്രാബല്യത്തിൽ വന്ന ശക്തമായ നിയമമാണ് GDPR, ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ. ഇതിനെക്കുറിച്ച് വിശദമായി പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. പക്ഷേ ഇത്രയും മനസ്സിലാക്കുക, ഒരാളുടെ ഡാറ്റ അയാളുടെ മാത്രമാണെന്ന് പറയുന്ന നിയമമാണിത്. ഭാവിയിൽ ഡാറ്റ കൈമാറ്റത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഡാറ്റയുടെ പവർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദുരുപയോഗം ചെയ്യാൻ ആരംഭിച്ചാൽ അതീവ അപകടകാരിയാണിത്. ഒരു രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ വരെ ഇതുവഴി സാധിക്കും. നോക്കൂ, യുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ചത് അമ്പും വില്ലുമാണെങ്കിൽ ഇന്നത് എത്തി നിൽക്കുന്നത് സൈബർ ഇടങ്ങളിലാണ്. ഇതിനെയാണ് സൈബർ വാർഫെയർ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങളാണ് 2013 സൗത്ത് കൊറിയ സൈബർ അറ്റാക്ക്. സൗത്ത് കൊറിയയിലെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളും 3 ബാങ്കുകളും നോർത്ത് കൊറിയ അറ്റാക്ക് ചെയ്തു. ഏകദേശം $750 മില്യൺ ആണ് അവർക്ക് നഷ്ടപ്പെട്ടത്. 2015 റഷ്യ ഉക്രൈനെതിരെ നടത്തിയ സൈബർ അറ്റാക്ക്. ക്രിസ്തുമസിന് 2 ദിവസം മുന്നേ അവരുടെ പവർ ഗ്രിഡ് ഡിസേബിൾ ചെയ്ത് ഇലക്ട്രിസിറ്റി നഷ്ടപ്പെടുത്തി. ഇതത്ര ചെറിയ കാര്യമല്ല. ഒരു രാജ്യത്തിന്റെ പവർ സിസ്റ്റം മുതൽ ന്യൂക്ലിയർ സിസ്റ്റം വരെ ആക്ടിവേറ്റും ഡീആക്ടിവേറ്റും ചെയ്യാൻ കഴിവുള്ള പവർഫുൾ വെപ്പണാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ സുരക്ഷയിൽ വലിയൊരു പങ്ക് ഇത് വഹിക്കുന്നു. ഡാറ്റ ചോർച്ചയെ പറ്റി അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ഡാറ്റ ആക്സസിനെ പറ്റി IT ഡിപ്പാർട്ട്മെന്റിന് തുടർച്ചയായി കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ IT ആക്ടിലെ സെക്ഷൻ 69A ഉപയോഗിച്ചാണ് ഈ ആപ്പുകൾ ബാൻ ചെയ്തിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സുരക്ഷിതവും ഭദ്രവുമാക്കാനും നിയന്ത്രിക്കാനും ഇന്ത്യൻ പാർലമെന്റ് 2000 കൊണ്ടുവന്ന നിയമമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. 2008 ഇത് ഭേദഗതി ചെയ്യുകയും 2009 നിലവിൽ വരികയും ചെയ്തു. സെക്ഷൻ 69A രാജ്യത്തിന്റെ പരമാധികാരം, സുരക്ഷ തുടങ്ങിയ കാരണങ്ങളെ മുൻനിർത്തി ഇന്റർനെറ്റിലെ ഏത് കണ്ടന്റും ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം നൽകുന്നു. ഇനി നമുക്ക് FDI പോളിസിയിൽ വന്ന ചില മാറ്റങ്ങൾ നോക്കാം. FDI അഥവാ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യത്തെ ബിസിനസ് സ്ഥാപനങ്ങളോ ആളുകളോ മറ്റൊരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെയുള്ള പല വലിയ കമ്പനികളിലും പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. FDI 2 രീതിയിലാണ് സാധ്യമാവുക. ഓട്ടോമാറ്റിക് ചാനൽ വഴി. ഗവൺമെന്റിന്റെയോ RBIയുടെയോ പ്രയർ അപ്രൂവൽ ആവശ്യമില്ല. 2 ഗവൺമെന്റ് ചാനൽ വഴി മാത്രമുള്ളത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന്റെ 18 ഏപ്രിൽ 2020 ഉത്തരവനുസരിച്ച് നമ്മളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്ക്
ഗവൺമെന്റ് ചാനൽ വഴി മാത്രമേ FDA സാധ്യമാവുകയുള്ളൂ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ മാസത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സും കറണ്ട് അഫയേഴ്സിന്റെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ ചെറിയൊരു കാര്യം കൂടെ, നമ്മുടെ ഡാറ്റ സംരക്ഷിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം നമ്മുടേത് തന്നെയാണ്. ഒട്ടും ഉപയോഗിക്കാതെ വെറുതെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പുകൾ റിമൂവ് ചെയ്യുക. വല്ലപ്പോഴും ആവശ്യം വന്നേക്കാം എന്ന് തോന്നുന്നവ താൽക്കാലികമായി ഡിസേബിൾ ചെയ്തു വച്ചേക്കുക. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും യുക്തിപൂർവം ചെയ്യുക. ഉദാഹരണത്തിന്, നമ്മളിപ്പോ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എല്ലാ പെർമിഷൻസും വായിച്ചു നോക്കിയിട്ടൊന്നുമല്ല അലോ ചെയ്യുന്നത്. എല്ലാ ആപ്ലിക്കേഷനുകളും വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ പെർമിഷൻ കൊടുത്തേ മതിയാവൂ. ഇപ്പോൾ ഒരു ക്യാമറ ആപ്പിന് ക്യാമറ അലോ ചെയ്യാതെ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ക്യാമറ ആയിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആപ്പ് ക്യാമറ പെർമിഷൻ ചോദിക്കുമ്പോൾ ചിന്തിക്കുക. ചുരുക്കി പറഞ്ഞാൽ, ഡിജിറ്റൽ ലോകത്തെ എന്ത് ഇൻഫർമേഷനും കണ്ണടച്ച് വിശ്വസിക്കാതെ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക. നിങ്ങളിൽ പലർക്കും ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുമായിരിക്കും. തീർച്ചയായും അവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.